അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സാദി പണ്ഡിതന്മാരെ, നമ്മൾ അബ്ദുൽ മജീദ് സാദി ചേങ്ങോട്ടൂർ വഫാത്തായിട്ടുണ്ട്. 3 മണിക്ക്, ഏകദേശം 3 മണിക്കൊക്കെയാണ് അറ്റാക്ക് വന്ന് വഫാത്തായതാണ്. ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലായിരുന്നു അദ്ദേഹം. വീട് പറഞ്ഞാൽ സ്വന്തം വീടില്ല. ഇപ്പോൾ അദ്ദേഹം ശരിക്കും മലപ്പുറം വെസ്റ്റുകാരനാണ് അദ്ദേഹം. ഇപ്പോൾ അവിടെ തന്നെ താമസം. നേരെ മറിച്ച് കഴിഞ്ഞ നമ്മുടെ സംഘടനാ സമയത്തൊക്കെ ഇന്നോടൊപ്പത്തിന് നിലവിലുള്ള കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി വരുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ ക്യാബിനറ്റ് അംഗമായിരുന്നു. അതിന് മുമ്പത്തെ കമ്മിറ്റിയിൽ ക്യാബിനറ്റ് അംഗമായിരുന്നു. അന്ന് അദ്ദേഹം താമസിച്ചിരുന്ന ഇവിടെ കോടൂരായിരുന്നു. കോടൂർ അത്താണിക്കൽ. അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഇവിടെ താമസമായപ്പോൾ നമ്മളെ മലപ്പുറം സോണിൻ്റെ ഗ്രൂപ്പിലും മലപ്പുറം ജില്ലേൻ്റെ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. അന്ന് ജില്ലാ ക്യാബിനറ്റിലായി ഒരു കാലത്ത് തന്നെ സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി സംബന്ധമായ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ആയപ്പോൾ അദ്ദേഹം കുറച്ച് അകന്ന്, ലാസ്റ്റ് സമയത്ത് കുറച്ച് അകന്ന് നിന്ന് പിന്നെ ഇപ്പോൾ താമസമൊക്കെ മാറി ഇപ്പോൾ വെസ്റ്റിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ സഫർ മാസം 6-ാം തീയതി ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ ആണ്ടിൻ്റെ അന്ന് പിന്നെ അവിടെ നിന്ന് കണ്ടിരുന്നു. ആണ്ടിന് വന്നിരുന്നു. അന്ന് സംസാരിച്ചു. അപ്പം അന്ന് പിന്നെ ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞു. സംഘടനയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നു. ഏതായാലും വളരെ പെട്ടെന്നാണ് മരണം. വളരെ പ്രയാസവും കഷ്ടപ്പാടൊക്കെ ഉള്ള ഒരാളും കൂടിയാണ്. സ്വന്തം വീടൊന്നും ആയിട്ടില്ല, വാടകയ്ക്കായിരുന്നു തരും താമസം. ഏതായാലും കേട്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടലും പ്രയാസമൊക്കെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഖബർ അള്ളാഹു വിശാലാക്കി കൊടുക്കട്ടെ. ഹസനാത്തുകളെന്ന് സ്വീകരിക്കട്ടെ, സയ്യാത്തുകൾ നിങ്ങളെ പുറത്തു കൊടുക്കട്ടെ. അവർ നമ്മളൊക്കെ ഹബീബായ മുത്തുനബിൻ്റെ ജിവാറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാ സാഹിബിസ്താമാരും പ്രത്യേകം ദ്വാരക്കുക. നമ്മുടെ മദ്രസകളിലും ദർസുകളിലും നമ്മുടെ മജ്ലിസുകളിലൊക്കെ അബ്ദുൽ മജീദ് സാദി ചേങ്ങോട്ടൂർ എല്ലാവരും ദ്വാരക്കുക. അദ്ദേഹത്തെ നമ്മെ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാഹ്. പിന്നെ ജനാസക്ക് പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, ഈ കൊളത്തൂർ മലപ്പുറം സോണുകളൊക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അപ്പോൾ സാധിക്കുന്നവരൊക്കെ 11 മണിയാകുമ്പോഴേക്ക് ചട്ടിപ്പറമ്പിൻ്റെ കുറച്ച് താഴെയാണ് ഈ ചേങ്ങോട്ടൂർ പറഞ്ഞ സ്ഥലം. അവിടേക്ക് എത്തിച്ചേരുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്.